ഖുർആനിലെ ഒരു ശാസ്ത്രമാണ് പറയുന്നത്. സൂറത്തു ദാരിയാത്തിലെ ഈ ഒരു ആയത്തുണ്ടല്ലോ, ഈ ഒരു ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ആകാശം വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതായത് വസ്സമാ ബനൈനഹ ബി ഐദിൻ വ ഇന്നാ ലമൂസിഊൻ. അതായത് ആകാശം വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ശാസ്ത്രീയ സത്യം ശാസ്ത്രലോകം കണ്ടെത്തുന്നത് ഏകദേശം ഈ അടുത്ത കാലത്താണ്. അതായത് 1929 എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു സംഭവം കണ്ടെത്തുന്നത്. അതായത് ആകാശം നമ്മൾ ഇന്നലെ കണ്ട ആകാശമല്ല ഇന്ന് കാണുന്നത്. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ആകാശത്തേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ രണ്ടാമത് ഒന്നുകൂടി നോക്കുക. ആദ്യം നോക്കിയപ്പോൾ കണ്ട ആകാശമല്ല പിന്നീട് കണ്ടത്. കാരണം ആകാശം ഒരുപാട് വികസിച്ചു. ഓരോ സെക്കൻഡിലും എന്ത് ചെയ്യാണ്, ആകാശം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ശാസ്ത്രീയ സത്യം ശാസ്ത്രത്തിന് കണ്ടെത്താൻ ഏകദേശം 1400 വർഷങ്ങൾ പിന്നിടേണ്ടി വന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. റസൂൽ ഈ ഒരു ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ആ ടൈമിൽ എന്താ പറയുക, നമുക്ക് ആകാശ നിരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉപകരണമോ അതിനുള്ള സാഹചര്യം എന്തെങ്കിലും ഒന്നും ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഇത് ഖുർആൻ പറയാൻ സാധിച്ചു? ഇത് തന്നെയല്ലേ ഇതൊരു ദൈവിക ഗ്രന്ഥം എന്നുള്ളതിന് തെളിവ്? ചിന്തിക്കുക, സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്.